എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആരാ? പണി അന്വേഷിച്ചു വന്നതായിരിക്കും. ഇയാൾ എന്തായി കാണിക്കുന്നത്? വെറുതെ കുറെ ഫിലിം വേസ്റ്റ് ആക്കി. കാണാനില്ല. ഞാനിവിടെ ഉണ്ട്. അവൻ അവിടെ ചെയ്തിട്ട് ഒന്നും ശരിയാൻ പോണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേരും. ഓ, ആ മുദ്ര. റെഡി ലേഡീസ്, 1 2 3. ഹിപ്പ് മൂവ്മെന്റ് വേണം സർ. നിർത്ത്. കൃഷ്ണൻ വന്നിട്ട് ചെയ്താൽ മതി. താനിത് എവിടെ പോയി കിടക്കായിരുന്നു? അയാൾ മൊത്തം കൊളോക്കി. വേണ്ട, ആരും വേണ്ട. ആ കാലുകൾ എന്റേതാണ്. ഇവൻ അലക്സാണ്ടർ, ഇരുട്ടിനെ പൂട്ടാനായി ജനിച്ചവൻ അലക്സാണ്ടർ. നിന്ന് കഥാപ്രസംഗം നടത്താതെ ഇരുട്ടിനെ പൂട്ടാനായി അലക്സാണ്ടർ വന്നു. ഇവൻ അലക്സാണ്ടർ. ഇതെന്താടാ ശവപ്പെട്ടി എണീറ്റ് വന്നത്? അലക്സാണ്ടർ, അലക്സാണ്ടർ. ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൊടുത്തു. അലക്സാണ്ടർ. ഈ ശാസ്ത്രജ്ഞന്റെ വേഷത്തിന് പകരം ആ റേപ്പിസ്റ്റ് സംഘടിപ്പിച്ച് തരാമോ? വൃത്തികെട്ടവനെ, നിനക്ക് നാണല്ലടാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ആ സീൻ എനിക്ക് വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ? ഞാൻ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂമിൽ നിൽക്കുന്നുണ്ടല്ലേ? സോറി, ഞാനത് അറിഞ്ഞില്ല. ഇനി നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. തലത്തെറിച്ചവൻ. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങിയിരുന്നു. തലത്തെറിച്ചവൻ. വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി. കാശ് നോക്കില്ല. ഞാൻ ഇവിടെ കോട്ടിട്ടപ്പോൾ താൻ കോട്ടിട്ടുണ്ടോ? ഓ, ഇത് പറയാനാണോ ഇത്രയും വളച്ചു കെട്ടിയത്? താൻ ആരാടോ ഇവിടെ കോട്ടിട്ട് നിൽക്കാനായിട്ട്? ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ എന്റെ മൗലികാവകാശ. താൻ ആരാടോ എന്റെ മുമ്പിൽ കോട്ടിട്ടയക്കാൻ? താൻ ആരാ? ഞാൻ ആരാണോ? ഞാൻ നിന്റെ തൊണ്ട. ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ള ഞാനാ. സത്യമാണോ ഈ പറയുന്നത്? എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? എന്നെ നിനക്കറിയില്ല. ഞാൻ അലക്സാണ്ടർ. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. അലക്സാണ്ടറാ ഞാൻ. എടോ, താനാരാ? ഏതവനാ താൻ? ഇനി ചോദിക്കരുത്, എനിക്ക് വയ്യ. ഞാൻ ആരാണെന്ന് തനിക്കറിയാമോടോ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്. താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ്? ഞാൻ പ്രസംഗവണ്ണൻ അലിൻ ജോസ് പെരേര ഫ്രം മെഡക്കൊച്ചി. ആണോ? ഈ പ്രദേശത്തെ കുഞ്ഞുകുട്ടികളോട് ചോദിച്ചാൽ പോലും എന്നെ അറിയാൻ പറ്റും. തനിക്കറിയില്ല. അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും. ഓക്കേ, എക്സ്ക്യൂസ് മീ. എന്താ? മനുഷ്യനെ താഴ്ത്തിക്കെട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. കേട്ടോടോ? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഈ പ്രദേശത്ത് കുട്ടികളെ ഒന്നും കാണുന്നില്ല, പട്ടികളെ കാണുന്നുള്ളൂ. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പട്ടികളോട് ചോദിച്ചാൽ നീ ആരാണെന്ന് മനസ്സിലാകില്ല. ഒന്നും മിണ്ടാതിരിക്കണം പട്ടികളെ. ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാലുണ്ടല്ലോ, രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. പോടാ പുല്ലോടന്ന്. എന്നെ തല്ലിയല്ലേ? നിന്നെ ഞാൻ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. പിന്നെ നിർത്തിയ എടുത്തോണ്ട് പോടാ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. കുറച്ച് നേരത്തെ പറഞ്ഞത്. എടാ, നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. നിനക്കെന്നെ അറിയില്ലടാ. നിന്നെ ഞാൻ ശരിപ്പെടുത്തൂടാ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നീ ഇപ്പൊ പോയിക്കോ, നിനക്കുള്ള പണി വരുന്നുണ്ടടാ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി. എടാ
മാറി. അവനെ തല്ലരുത്. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് തല്ല.